രാജ്യം മുഴുവൻ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനുള്ള മോഹങ്ങൾക്ക് തിരിച്ചടി നേരിട്ടപ്പോൾ ബി.ജെ.പി. അധികാര കൊതി തീർക്കാൻ പുതിയ കുറുക്കുവഴി തേടുന്നുണ്ടോ? വോട്ടർ പട്ടിക ശുദ്ധീകരണം എന്ന ഓമനപ്പേരിൽ നടപ്പാക്കുന്ന SIR പൗരത്വ രജിസ്റ്ററിൻ്റെ ഒളിച്ചുകടത്തലാണോ? ആശങ്കകൾക്ക് ബലം നൽകി ബീഹാറിൽ SIR നടപ്പിലാക്കിയപ്പോൾ മാത്രം വോട്ടർ പട്ടികയിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് പുറത്തായത്. ഇത് യാദൃച്ഛികമല്ല. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ബി.ജെ.പിക്ക് അധികാരം പിടിക്കാൻ എങ്ങനെ തുണയായി എന്ന ഞെട്ടിക്കുന്ന കഥകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ SIRന് പിന്നിലെ ഗൂഢലക്ഷ്യവും വ്യക്തമാകുന്നുണ്ട്. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഉപയോഗിച്ച് തിരക്കിട്ട് SIR നടപ്പാക്കാൻ ശ്രമിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണോ എന്നാണ് ചിലർ സംശയിക്കുന്നത്. എന്യൂമറേഷൻ ഫോം മാത്രം പൂരിപ്പിച്ചാൽ മതി, തെളിവുകൾ വേണ്ട എന്നൊക്കെയുള്ള കളവ് പ്രചാരണങ്ങൾ കണ്ണിൽ പൊടിയിടാൻ ആണ് എന്നാണ് വിമർശനം. ഫോമുകൾ പരിശോധിക്കുന്ന അടുത്ത മാസം മുതൽ തെളിവുകൾ ഹാജരാക്കാനുള്ള നോട്ടീസുകൾ കൂട്ടത്തോടെ വരുമ്പോൾ സാധാരണ ജനങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടാനാണ് സാധ്യത. ഈ നിർണായക ഘട്ടത്തിൽ ഇത്തരം നീക്കങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അട്ടിമറിക്കില്ലേ? ആസാമിലടക്കം SIR നിർത്തിവെക്കേണ്ടി വന്ന സാഹചര്യം ഈ പദ്ധതിയുടെ അപകടം വിളിച്ചു പറയുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെ വോട്ട് ബാങ്കുകൾ തകർത്ത് രാജ്യത്തെ ഒരു പാർട്ടി ഭരണത്തിന് കീഴിലാക്കാനുള്ള സംഘപരിവാർ അജണ്ടയാണ് ഇതിന് പിന്നിൽ എന്ന് പ്രതിപക്ഷം തുറന്നടിക്കുന്നു. NRC തകർന്നപ്പോൾ അവർ ലക്ഷ്യമിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയോ? ചീഫ് ജസ്റ്റിസിനെ പുറത്താക്കി കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തി കമ്മീഷന്റെ നിയമന സമിതിയെ ഉടച്ചു വാർത്തതോടെ SIRലേക്കുള്ള വാതിൽ മലർക്കെ തുറക്കപ്പെടുകയായിരുന്നു. ജനാധിപത്യത്തിൻ്റെ കാവലാളായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കളിയാക്കി നോക്കുകുത്തിയാക്കി BJP അവരുടെ രാഷ്ട്രീയം കളിക്കുന്നു. കേരളത്തിൽ SIR ഒളിച്ചുകടത്താൻ നോക്കുന്ന ഈ തന്ത്രങ്ങൾ ഭരണപ്രതിപക്ഷ ഭേദമന്യേ ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നു. LDFും UDFും ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന ആശങ്കകൾ കേൾക്കാതെ പോകുന്നത് ആർക്കു വേണ്ടിയാണ്? ജനാധിപത്യത്തിൻ്റെ കഴുത്തിൽ കത്തിവെക്കാൻ ശ്രമിക്കുന്ന ഈ നീക്കത്തിനെതിരെ വോട്ടർമാർ എന്ത് നിലപാടെടുക്കും? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയങ്ങളാണ്. SIR കേരളത്തിൽ ഉയർത്തുന്ന ആശങ്കകൾ എന്ത്? ഈ തന്ത്രങ്ങൾക്കെതിരെ ഭരണപ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുമോ? SIRനോട് യെസ് പറയാൻ ആകാത്തത് എന്തേ?